ഹേ ഗൈസ്, ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ പ്രോജക്റ്റ് ടെൻഷനായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് വൈവയാണ്. കുറേ നാളത്തെ കഷ്ടപ്പാടിനും ടെൻഷനും ഒടുവി പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ വല്ലാത്ത ആശ്വാസം. ഇതൊന്ന് പ്രിൻ്റ് എടുത്ത് കിട്ടിയപ്പോൾ ഒരു സമാധാനമായിരുന്നു. ഇനി വൈവയും കൂടെ കഴിഞ്ഞാലാണ് ഒരു ആശ്വാസം കിട്ടുന്നത്. അങ്ങനെ നേരെ നോക്കിയപ്പോൾ ഓരോ ഗ്രൂപ്പും അവരുടെ പ്രോജക്റ്റിൻ്റെ ഓരോരോ തിരക്കുകളാണ്. അതിൻ്റേതായ ടെൻഷൻ അവർക്കും ഉണ്ട്. അങ്ങനെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്നെ ആരും ശല്യപ്പെടുത്തണം, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞ് മാറിയിരുന്ന് പഠിക്കണം ആര്യ. അങ്ങനെ ഓരോരുത്തരും മുഖം നോക്കിയപ്പോൾ എല്ലാവരും നല്ല പഠിത്തവും നല്ല ടെൻഷനിലുമാണ്. ഇതിനിടയിൽ കൂടെ അഞ്ജന എനിക്ക് ഓരോന്നും പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അവസാനം ഞങ്ങളുടെ സമയം ഞങ്ങൾ വൈവയ്ക്ക് അകത്ത് കയറിയ വീഡിയോ ഒക്കെ പുറത്ത് നിന്ന് എടുത്തിരുന്നത് നമ്മുടെ ആകർഷമാണ് കേട്ടോ. അങ്ങനെ വൈവയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രോജക്റ്റും പൊക്കി പിടിച്ചുകൊണ്ടാണ് വരുന്നത്. ഇനി ഈ പ്രോജക്റ്റ് വീട്ടിൽ കൊണ്ട് വെക്കാലോ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് അലറുകയാണ് ഞാൻ. ഇത് കഴിഞ്ഞ് ഫോൺ അഞ്ജനയുടെ കൊടുത്തിട്ട് അവിടെ നിന്ന് എല്ലാവരോടും സംസാരിക്കാൻ ഞാൻ പോയി. പിന്നെ കുറച്ച് നേരത്തേക്ക് ക്യാമറമാൻ നമ്മുടെ അഞ്ജനയായിരുന്നു. ഇതിനിടയ്ക്ക് ആകർഷിന് എക്സസൈഡ് എക്സാം ഉണ്ടായിട്ട് അവനങ്ങ് പോയി. പിന്നെ അഫ്സലാണെങ്കിൽ യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാണ്. ഇതിനിടയ്ക്കാണ് ഒരു സത്യം മനസ്സിലാക്കിയത്, നമ്മൾ ആരതി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പോയി സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ അവളെ ഞാൻ പറഞ്ഞു വിട്ടു. അങ്ങനെ ജെല്ലിൽ കൂടെ നോക്കിയപ്പോൾ ബിനി സംഘം വൈവേ കയറി വരുന്നത്. എങ്ങനെയുണ്ടടി ബിനി വൈവേ എന്ന് ഞാൻ ചോദിച്ചത് മാത്രം എനിക്ക് ഓർമ്മ. പിന്നെ അനുസരിച്ചിട്ട് ടെൻഷനാണ് കാണുന്നത്. ചേച്ചി നന്നായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ മുഖം ഒന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അവൻ എൻ്റെ മുഖം കാണിക്കത്തില്ല എന്ന വാശിയിൽ പ്രോജക്റ്റ് വെച്ച് മുഖം മറച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ നോക്കിയപ്പോൾ ബിനിയൊക്കെ ഓരോരോ തിരക്കുകൾ ആരാണ്ടൊക്കെ വിളിച്ച് പറയാം പ്രോജക്റ്റ് കഴിഞ്ഞ കാര്യം. അങ്ങനെ ഞങ്ങൾ പ്രോജക്റ്റൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. അവസാനത്തെ തുമ്പായിട്ടുള്ള പ്രോജക്റ്റും കഴിഞ്ഞ് ഇനി എന്നേക്കുമായിട്ട് കോളേജിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. കാരണം ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. ഞങ്ങളിനി എല്ലാം പല വഴിക്ക് എന്ത് ചെയ്യും ഗൈസ്. ഇനി ഇങ്ങനെ കിടന്ന് നടക്കാനോ കഥ പറയാനോ ഒന്നും പറ്റത്തില്ല. ഇവരെക്കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ ഇവർ സൂപ്പറാണ് ഗൈസ്, പൊളിയാണ് എന്ന് വെച്ചാൽ എന്താണ് ഇവർ സൂപ്പറാണ് ഗൈസ്. കാരണം ഇവരെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല, വാക്കുകൾക്ക് അതീതമാണ് ഈ ഫ്രണ്ട്ഷിപ്പ്. കുറച്ച് ക്രെഞ്ചാണ് എങ്കിലും ക്രെഞ്ചാണെങ്കിലും പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. എന്താ ഇവരെക്കുറിച്ച് ഒന്നുമില്ല പറയാം, ഇവരുടെ കൂടെ പൊളിയായിരുന്നു, അത്രേ ഉള്ളൂ. ബൈ.